നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള സിമെറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ പരിശോധന നടക്കുന്ന ദിവസം കൂടിയാണ് ഇത്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട MLA നിരന്തരവും നിതാന്തവുമായിട്ടുള്ള ഒരു പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. ഈ നഴ്സിംഗ് കോളേജിന് വേണ്ടിയിട്ട് സ്ഥലം ക്രമീകരിക്കുന്നതിനും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ വളരെ സൂക്ഷ്മമായ ഇടപെടൽ നടത്തി. കാരണം നടക്കില്ല എന്ന ഇടത്തു നിന്നാണ് അത് സാധ്യമാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ പഠിക്കാൻ കഴിയുന്നു, മെറിറ്റിൽ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളത് എത്ര നല്ല കാര്യമാണ്. പുറത്തു പോയി ഇങ്ങനെ അംഗീകാരമില്ലാത്ത നഴ്സിംഗ് കോളേജിലൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ്, പിന്നെ ആ പഠനകാലം നഷ്ടമായി, പണവും നഷ്ടമായി പോകുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കൊപ്പം നിന്നുകൊണ്ട് പരമാവധി, അല്ലെങ്കിൽ തൊട്ടടുത്ത് പോയി വരാവുന്ന ഹോസ്റ്റലിലാണെങ്കിലും പോലും ഒന്ന് യാത്ര ചെയ്തെത്താവുന്ന ഇടത്ത് പഠിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അതാണ് ഞങ്ങളായിട്ടുള്ള MLA-മാരൊക്കെ നമ്മുടെ അതിലെത്തുന്ന സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന വിഷയങ്ങളൊക്കെ പരിശോധിക്കുകയും ആവശ്യമായ ഇടപെടലുകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി, നിയമസഭയ്ക്കകത്തും പുറത്തും ഈ മണ്ഡലത്തിന് വേണ്ടി വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളുടെ കൂടി ഫലമാണിത്. ഇന്നിപ്പോൾ നമ്മുടെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഈ കുടുംബാരോഗ്യ കേന്ദ്രം 37.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അതിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 37.5 ലക്ഷം രൂപയാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായി ഈ പ്രവർത്തനം നടത്തി നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ഈ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്.